സഹോദരാ, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാ. നിസ്കാരപ്പായിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, മനുഷ്യ നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സന്തോഷ വാർത്ത പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ, അതാണടാ ചെറുപ്പക്കാരാ നിസ്കാരമെന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ 1000 വഖത്ത് നിസ്കാരമൊന്നും വേണ്ട, ഒരേ ഒരു വഖത്ത് നിസ്കാരം മതിയടാ സഹോദരാ. നിസ്കരിക്കേണ്ടതുപോലെ ഒരേ ഒരു വഖത്ത് നീ നിസ്കരിച്ചാൽ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നീ സ്വർഗത്തിലാണെന്ന്, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എന്നാ മറ്റു ചിലരോട് പറയുകയാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നഷ്ടവാളിയായി പോയല്ലോ. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ട പടച്ചവനെ, നീ നരകത്തിലാണല്ലോ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ താടിയും തടമ്പുമിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കണമടോ. വർഷങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്നവരല്ലേ ഉസ്താദേ, ഉഹദ് മലയോളം വലുപ്പത്തിൽ നിസ്കാരം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാ. നാളെ നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നെങ്കിൽ സഹോദരാ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു സാമ്പിള് പറഞ്ഞു തരട്ടെ. നിസ്കാരം എന്താണെന്ന് മനസ്സിലാകാറ് ഞാനൊരു സാമ്പിള് പറഞ്ഞു തരട്ടെ. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും നിസ്കാരമൊന്ന് നമുക്ക് തുലനം ചെയ്യാം. നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഉർവ തങ്ങളുടെ ഒരു കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത ഒരു വേദനയാണ്, കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചു. വൈദ്യന്മാര് പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞ്, തങ്ങളെ പ്രശ്നമാണ്, ഇത് പഴുക്കാൻ സാധ്യതയുണ്ട്, ഇത് പഴുത്താ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു പരിഗണിച്ചില്ല. സഹോദരാ, കാലിങ്ങനെ വിരല് പഴുക്കുകയാണ് പൊന്നുമോനെ. ആ വിരല് പഴുത്തിട്ട് വല്ലാത്ത വേദനയായി. ഉർവതങ്ങളോട് വൈദ്യന്മാര് പറഞ്ഞു, വിരല് മുറിക്കണം തങ്ങള്. ഉർവതങ്ങള് പരിഗണിച്ചില്ല. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ആ പഴുപ്പ് മുകളിലേക്ക് വ്യാപിക്കുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുക തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വേറെ വഴിയില്ലാതെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാണ്. പടച്ച റബ്ബേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് തയ്യാറെടുത്ത് ആയുധങ്ങളുമായി കടന്നു വരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് വൈദ്യന്മാര് കള്ളു കൊടുത്തിട്ട് പറയുകയാ കുടിക്കാൻ, ലഹരി കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഞാൻ ലഹരി കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ.
തങ്ങള്, സഹിക്കാൻ കഴിയില്ല തങ്ങള്. ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശമനം വരും തങ്ങള്, അറിയാതെ ഇരിക്കാൻ പറ്റും തങ്ങള്. അതുകൊണ്ട് കള്ള് കുടിക്കാൻ അവിടുന്ന് വൈദ്യന്മാര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിലെ ശിഫയില്ല, ഒരിക്കലും ഞാൻ കുടിക്കില്ല. അവസാനം വൈദ്യന്മാര് വല്ലാത്ത സങ്കടത്തിലായി. പിന്നെ എങ്ങനെയാണ് തങ്ങളെ ഞങ്ങൾ ഈ കാല് മുറിച്ചു മാറ്റുന്നത്? പടച്ചവനെ, അവര് വല്ലാത്ത പ്രയാസത്തിലായി. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരെ. അതിന് ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥയല്ല ഞാൻ പറയുന്നത്, പുഷ്പയുടെ കഥയല്ലടാ പറയുന്നത്. നിനക്ക് പോയിട്ട് വായിച്ചു നോക്കാൻ കഴിയുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ ചരിത്രമാണ് മോനെ. ഉർവതങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഞാൻ ഉദുപെടുത്തി 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉർവ റളിയല്ലാഹു തആല അൻഹു ഉദുപെടുക്കുകയാണ്. അവിടെന്ന് പടച്ചവനെ നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാണ്. അവിടെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി. പടച്ചറപ്പിനോട് അവിടെന്ന് പടച്ചവനെ കരാർ ചെയ്യുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫാത്തിഹ ഓതുകയാണ്. റബ്ബേ, ഉർവതങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഉർവതങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കാല് മുറിക്കാൻ തയ്യാറാവുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു പച്ചയായ മനുഷ്യനൊരു മരുന്നും കൊടുത്തില്ല, ഒരു അനസ്തേസിയുമില്ല, ഒരു മരവിപ്പിക്കലുമില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെന്ന് വെട്ടിമുറിക്കുകയാണ്. അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. ഉർവതങ്ങൾ അറിഞ്ഞില്ല, ഉർവതങ്ങൾ അറിഞ്ഞില്ല. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒറ്റക്കാലിൽ നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല. അവസാനം പെട്ടെന്ന് രക്തം നിൽക്കാനുള്ള വഴി എന്തെന്നറിയോ? അവര് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. ആ സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ്, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങു മുക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല വാപ്പാ. കാരണം നിസ്കാരത്തിലാണ്. ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ അവസ്ഥ പറയുന്ന, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ കൊണ്ടുവന്ന് മുറിഞ്ഞ കാലിലേക്ക് അവിടുന്ന് മുക്കുന്നത്. അറിഞ്ഞില്ല മക്കള്, ഉർവ റളിയല്ലാഹു തആല ആർക്ക് പറഞ്ഞില്ല. അവസാനം പടച്ചവനെ അവിടുന്ന് തളർന്നു ബോധം കെട്ട് വീഴുകയാണ്. ഉർവതങ്ങളെ കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. വൈദ്യന്മാര് കാലിലും
മരുന്ന് വെച്ച് കെട്ടി, കാലില് മരുന്ന് വെച്ച് കെട്ടി. ഉർവ റളിയല്ലാഹു തആല അവസാനം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ വൈദ്യന്മാര് മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്ന് ആരാ പറയുന്നത്? മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമാകുമല്ലോ. അങ്ങനെ എല്ലാവരും വൈദ്യന്മാരിങ്ങനെ ചർച്ചയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഓടി വരുന്നത്. ഇവിടെ ഉറുബതങ്ങളെവിടെ, ഉറുബതങ്ങളെവിടെ? എന്തിനാണ് ഉറുബതങ്ങളെ തിരയുന്നത്? ഉറുബതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. അല്ലാഹുവേ, ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മരണവാർത്ത വരുന്നത്. രണ്ടാമത്തെ സങ്കടമായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധം ധരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി, തങ്ങളെ ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു. തങ്ങള് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങള് കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നത്? പൊന്നാര മകൻ മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നല്ലോ. ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട് റബ്ബേ. എന്നോട് അല്ലാഹു കരുണ കാണിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എനിക്ക് ഒരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ എന്റെ റബ്ബ് ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ അവിടെന്ന് പറയുകയാണ്. വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ മഹാനായ ഉർവതങ്ങളിരുന്ന് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാണ്. സങ്കടം കണ്ടപ്പോ വൈദ്യന്മാര് തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ നിങ്ങൾ കാല് മുറിച്ചപ്പോ, നിങ്ങളുടെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ നിങ്ങൾ വല്ലാതെ കരയുന്നത്? ആ സമയത്ത് ഉർവ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, ആരോഗ്യമുണ്ടായിട്ട് അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഉർവതങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞത് കരയാറുള്ള കാരണമെന്തെന്നറിയോ? ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാ പറ്റില്ലല്ലോ അല്ലാ. ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാറ്, രണ്ട് കാലുള്ള സമയത്ത് നിസ്കരിക്കുന്നത് പോലെ ഇനി എനിക്കൊരുപാട് നേരം നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് നേരം സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരയുകയാ, ആ സങ്കടം കൊണ്ട് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല പറയുമ്പോ, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ ഉർവതങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വാപ്പാ, അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അതാണ് വാപ്പാ നിസ്കാരമെന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാരാ, അതിനാടാ മോനെ നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത്. എന്നാ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമൊന്ന് മൂളിയിട്ട് പോയാൽ, ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. മുറിച്ചു മാറ്റി കാല്.
എന്നിട്ട് രക്തം നിൽക്കാതെ വന്നപ്പോൾ തിളച്ച എണ്ണ സൈത്തെണ്ണ തിളപ്പിച്ചിട്ട കാലിലേക്ക് മുക്കി. അപ്പോഴും അറിഞ്ഞില്ല. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് മൂളിയിട്ട് പോയാൽ നമുക്കറിയാം. പിന്നല്ലേ കടിക്കുന്നത്. ഇതാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന നിസ്കാരം എൻ്റെത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളറിയോ ഒരു കൊതുക് കൊത്തിയാ അറിയോ? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണം? നിസ്കരിക്കുമ്പോൾ ഒരു കൊതുക് അടിച്ചാൽ അറിയോ? ഇതാണ് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം. സ്വർഗത്തിൽ പോകാൻ നിറച്ചു വെച്ചിരിക്കണം അമലിത. എടാ, ഒരാള് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായി നിന്ന് എഴുന്നേക്കുമ്പോഴേ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നാളെ നബിതങ്ങളുടെ സ്വർഗത്തിൽ നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ എത്രത്തോളം നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം നീ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി മുഴുവനും കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്നാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? ഇത്രത്തോളം ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യം എന്താ? ഈ കാല് നീതിന്റെ ആവശ്യമുണ്ടോ? അപ്പോഴും നബിതങ്ങൾ പറഞ്ഞത്, ആയിഷ അള്ളാഹിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, നന്ദി കാണിക്കണ്ടേ. അള്ളാഹു നമ്മളെക്കാ നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ.